ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവം നമ്മളെ വിശ്വാസ പ്രമാണത്തിൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവം. ഈ സൃഷ്ടാവായ ദൈവം മഹത്വപൂർണനാണ്. കാരണം ഈ ഭൂമിയും അതിലുള്ള സർവ്വചരാചരവും സൃഷ്ടിച്ചത് ഈ ദൈവമാണ്. മനുഷ്യരായ നമ്മൾ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടും ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ടും വേണം നമ്മൾ ജീവിക്കാൻ. നമ്മുടെ പ്രാർത്ഥനകളിലും ദൈവത്തിൻ്റെ ഈ മഹത്വത്തെ എടുത്തു പറയാനും ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതൊക്കെ ഏറ്റുപറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവമഹത്വത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ദൈവം തൻ്റെ മഹത്വം അത് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഈ വചനത്തിലൂടെ. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. യെശയ്യായ്ക്ക് സൈന്യങ്ങളുടെ കർത്താവേ എന്ന ഒരു പ്രയോഗമുണ്ട്. 6-ാമത്തെ അധ്യായത്തിലും യെശയ്യായ്ക്ക് സ്വർഗത്തിൻ്റെ ദർശനം ഉണ്ടാകുമ്പോഴും അവിടെയും യെശയ്യാ പറയുന്നത് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ്. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്ന യെശയ്യാ പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ്. അത് നമുക്കും വളരെ ഇഷ്ടപ്പെടും. സൈന്യങ്ങളുടെ കർത്താവേ എന്ന് വിളിക്കുമ്പം ദൈവത്തിൻ്റെ ആ മഹത്വത്തെ എടുത്തു പറഞ്ഞ് ദൈവത്തെ വിളിക്കുന്നതാണ് സൈന്യങ്ങളുടെ കർത്താവേ എന്ന്. അപ്പം സ്വർഗീയ ഗണങ്ങളുടെ സൈന്യാധിപനാണ് ദൈവം എന്നൊരു ആശയവും ഈ വചനത്തിനുണ്ട്. യെശയ്യാ പ്രവാചകൻ ഇവിടെ തരുന്നുണ്ട്. സ്വർഗീയ ഗണങ്ങളുടെ സർവ്വസൈന്യാധിപനാണ് ദൈവം എന്ന്. ഇസ്രായേലിൻ്റെ സൈന്യത്തെ നയിക്കുന്നത് കർത്താവാണ് എന്ന് ഈ വചനം മുഴുവനും നമ്മോട് പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ മുഴുവനും നമ്മൾ നോക്കിയാൽ ഇസ്രായേലിൻ്റെ യുദ്ധത്തെ നയിക്കുന്നത് ദൈവമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. ഇത് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പിന്നെ നമ്മുടെ ദൗത്യം എന്താണ്? ശാന്തരായിരിക്കുക. നമ്മൾ ശാന്തരായിരിക്കുക. മഹത്വപൂർണനായ സർവ്വസൈന്യാധിപനായ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം നടത്തുന്നതും നമുക്ക് വേണ്ടി യുദ്ധം നയിക്കുന്നതും അതിൽ വിജയിക്കുന്നതും നോക്കിക്കണ്ട് ആ സൈന്യങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനവും ചെയ്തത് അങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ യുദ്ധത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം ഒരു യുദ്ധമാണ്. നമ്മുടെ ഈ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നിരന്തരം പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടി വരുമ്പോൾ അത് വലിയ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി അവിടെയുണ്ട്. കാരണം മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ മദ്യപാനം നിർത്തി ഇനി ഞാൻ മദ്യപാനത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നില്ല എന്നവൻ ചിന്തിച്ച് അത് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അവന് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ മദ്യപാനത്തിലേക്ക് അവന് നിർബന്ധം വരും. അപ്പോൾ ഈ നിർബന്ധത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ച് വലിയൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ അവൻ വിജയിക്കണം, അത് ദൈവം ആഗ്രഹിക്കുന്നു. ഇതുപോലെ തന്നെ ജഡികഭാവങ്ങളിൽ അകത്ത് പെട്ടുപോയ മനുഷ്യന് അവന് അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ചില പരിശ്രമം നടത്തുമ്പോൾ, ചില ശക്തമായ പ്രലോഭനങ്ങൾ ചില സാഹചര്യത്തിൽ വരുമ്പോൾ അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ എല്ലാത്തരം പ്രലോഭനങ്ങളും നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ, എല്ലാത്തരം പ്രലോഭനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് എനിക്കത് വേണ്ട എന്ന് വയ്ക്കുവാനുള്ള ഒരു അപാരമായ കരുത്ത് ആവശ്യമാണ്. അതൊരു യുദ്ധമാണ്. ഞാൻ തിന്മയോട് പടവെട്ടുന്നതാണ്.
തിന്മയെ ഞാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. ഇവിടെ ഈ സർവ്വസൈന്യാധിപൻ്റെ കഴിവാണ് നമുക്ക് വേണ്ടത്. ഈ സർവ്വസൈന്യാധിപൻ നമ്മളെ താങ്ങുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും അതിൽ വിജയിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദൈവം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്കടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ കരുത്തിൻ്റെ തണലിൽ നിന്നെ ഞാൻ മറച്ചിരിക്കുന്നു. അപ്പം ഇതൊക്കെ ദൈവം സർവ്വസൈന്യാധിപനാണ്. ദൈവം ഇതിൻ്റെ എല്ലാം മേൽ അധികാരമുള്ളവനാണ്. അപ്പം ദൈവം നമ്മോടത് പറയുകയാണ്. ഈ സർവ്വസൈന്യാധിപൻ്റെ കഴിവ് ഈ വചനത്തിലൂടെ നമ്മോട് എടുത്തു പറയാം. നമ്മളെന്ത് ചെയ്യണം? ഇതങ്ങ് സ്വീകരിച്ചാൽ മാത്രം മതി. എന്നിട്ട് പുറപ്പാട് 14:14 പറയുന്ന പോലെ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അപ്പോൾ ഈ വചനം പഠിക്കാനും ഈ സർവ്വസൈന്യാധിപൻ്റെ കഴിവിനെ അംഗീകരിച്ച് ആ കഴിവിനെ മഹത്വപ്പെടുത്തി അത് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിലും യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. നിത്യവും നമ്മുടെ ജീവിതത്തിൽ യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. നമ്മൾ ശാന്തരായി ഇരുന്നു കൊടുത്താൽ മതി. അപ്പോൾ ശാന്തമായി അവിടുത്തെ പദ്ധതികൾ നിറവേറുവാനും അവിടുത്തെ പ്രവൃത്തികൾ നമ്മളിൽ നിറയുവാനും അവിടുത്തെ പ്രവൃത്തികൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നാൽ മാത്രം മതി. കാരണം ഈ സർവ്വസൈന്യാധിപനാണ് നമ്മുടെ യുദ്ധത്തെ നയിക്കുന്നത്. ഉദാഹരണത്തിന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പം നമുക്കെന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് ഈ സർവ്വസൈന്യാധിപനായ ദൈവം നമ്മോട് എന്താണോ പറയുന്നത് അതിലെ കൂടെ ഞെരുക്കങ്ങളിലൂടെ സന്തോഷമായി കടന്നു പോവുക. ഈ സർവ്വസൈന്യാധിപനായ ദൈവം നമുക്ക് ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ള ഈ ദൈവം കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അവിടെ നമ്മൾ നിരാശരായിപ്പെട്ടിട്ട് കാര്യമില്ല. മരണം വരും, രോഗങ്ങൾ വരും, തകർച്ചകൾ വരും. ഞാൻ ഓർക്കുന്നു, കുറേ നാൾ മുമ്പ് ഒരു പ്രായമായ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛനിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്തു, ഇനി എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് വല്ലതുമാണോ ഈ അമ്മച്ചിയെടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിൽ വരുന്ന തകർച്ചകൾ, എനിക്കൊരു മകനുണ്ടായിരുന്നു, അവനെ നഷ്ടപ്പെട്ടു. എൻ്റെ ഭർത്താവും ഇപ്പോൾ രോഗിയായി തീർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വീടില്ല. സാമ്പത്തികമായ തകർച്ചകൾ അടിക്കടി ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കുകയാണ്. അച്ഛനിതിനൊരു മറുപടി പറയണം എന്നോട്. അതാണ് അവരെന്നോട് ആവശ്യപ്പെടുന്നത്. അച്ഛനിങ്ങ് വന്നേ, അച്ഛൻ ഇതിനൊരു മറുപടി പറഞ്ഞു തരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവാകുന്ന സൈന്യാധിപൻ എല്ലാ തകർച്ചയുടെയും മീതെ കൽപ്പന പുറപ്പെടുവിക്കുവാൻ ശക്തനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സർവശക്തനായ ഈ സൈന്യാധിപൻ നമ്മുടെ എല്ലാ തകർച്ചയുടെയും മീതെ കൽപ്പനകൾ പുറപ്പെടുവിച്ച് എല്ലാം നേരെയാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുകയും അതിനെ നമ്മൾ കർത്താവിൻ്റെ കൽപ്പന വരുന്നത് കാത്തിരിക്കുകയും ചെയ്യണം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഈശോയും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റടിച്ചു. തോണിയിലേക്ക് വെള്ളം ആഞ്ഞടിച്ചു കയറി. കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ നിലവിളിച്ചു, കർത്താവെ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗവനിക്കുന്നില്ലേ? യേശു ഉണർന്ന് കാറ്റിനെ ശാസിച്ച് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവരെല്ലാം നശിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അടങ്ങുക, ശാന്തമാകുക എന്ന ആ വചനം, കർത്താവിൻ്റെ വായിൽ നിന്ന് ആ വചനം വന്നപ്പോൾ കാറ്റും കോളും നിലച്ചു, കടൽ ശാന്തമായി. ശിഷ്യന്മാരെല്ലാം അത്ഭുതപ്പെട്ടു. ഇതെന്തൊരു വചനമാണിത്? കാറ്റും കടലും പോലും ഇവൻ പറയുന്നത് അനുസരിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ശക്തിയുടെയും മീതെ അധികാരമുള്ള, കൽപ്പന പുറപ്പെടുവിക്കുവാൻ ശക്തിയുള്ള പരമാധികാരിയായ ദൈവമാണ് നമ്മുടെ സ്വർഗീയ സൈന്യാധിപനായ ദൈവം. നിത്യമായി നമ്മൾ ഒരിക്കലും നശിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിൻ്റെ മഹത്വപൂർണമായ പ്രവൃത്തികളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആകാശത്തെ വിരിച്ചത് അവിടുന്നാണ്, ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് അവിടുന്നാണ്. എൻ്റെ തലയ്ക്ക് മുകളിൽ കാണുന്ന ഈ ആകാശം അവിടുന്നാണ് വിരിച്ചത്. മുകളിലേക്ക് നോക്കി അതിനെ കണ്ട് അത്ഭുതപ്പെടാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശത്തെ വിരിച്ചു.
ഞാൻ ചവിട്ടി നടക്കുന്ന ഈ ഭൂമി, ഞാൻ കൃഷി ചെയ്യുന്ന ഈ ഭൂമി, ഞാൻ വീട് വയ്ക്കുന്ന ഈ ഭൂമി, നിത്യവും ഞാൻ ഉപയോഗിക്കുന്ന ഈ ഭൂമി, ഞാൻ റോഡ് വെട്ടുന്ന ഈ ഭൂമി, വാഹനങ്ങൾ ഓടുന്ന ഈ ഭൂമി, എല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിയുടെ മേൽ എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് ഈ ദൈവം. ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം. പ്രകൃതിയിലെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനല്ലാതെ മറ്റൊന്നിനും നമുക്ക് സാധിക്കുകയില്ല. അപ്പം ദൈവത്തിൻ്റെ മഹത്വം അവിടുത്തെ മുമ്പിൽ കൂപ്പുകൈകളോടെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ കൊച്ചു ജീവിതമുണ്ടല്ലോ, നമ്മുടെ ഈ കൊച്ചു ജീവിതം അവിടുത്തെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക. പിന്നെ നോക്കുക ദൈവത്തിൻ്റെ കരുണ. നമ്മുടെ ഈ കൊച്ചു ജീവിതം ഈ മഹത്വപൂർണനായ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാനുണ്ട്. ഈ മഹത്വപൂർണനായ എല്ലാത്തിൻ്റെയും മേൽ കൽപ്പന പുറപ്പെടുവിക്കുന്ന ഈ ദൈവത്തിൻ്റെ മഹത്വപൂർണമായ നാമത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊന്നും എനിക്ക് വലിയൊരു പ്രശ്നങ്ങളല്ല. ശാന്തനായിരുന്നു മതി, അവിടുന്ന് തന്നെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കുക. സിയോനോട് എൻ്റെ ജനം എന്ന് പറയുന്നു. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങളെനിക്ക് പ്രിയപ്പെട്ട ജനവും. സീനായി ഉടമ്പടി അതാണ്. കുറവുകളുള്ള ജനമാണ്, പോരായ്മകളുള്ള ജനമാണ്, വിശ്വാസക്കുറവുള്ള ജനമാണ്, ധിക്കാരികളാണ്, പെട്ടെന്ന് ദൈവത്തെ ഉപേക്ഷിക്കുന്ന ജനമാണ്. ഈ ജനത്തോടാണ് പറയുന്നത് സിയോനോട് എൻ്റെ ജനം എന്ന് പറയുന്നത്. കാരണം എൻ്റേത് എന്ന് പറയുമ്പം അത് മറ്റാരുടേതുമല്ല, മറ്റാർക്കും അതിന്മേൽ അവകാശമില്ല, എൻ്റെ സ്വന്തം. അപ്പം പെട്ടെന്ന് ദൈവത്തെ മറക്കുന്ന ജനമാണ്. നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണം കാണുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിലെ ദൈവം വളരെ ദേഷ്യത്തോടുകൂടി ജെറമിയായെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ? ഈ ജനത്തിൻ്റെ കഠിന ഹൃദയത്തെക്കുറിച്ച് ജെറമിയായിലൂടെ പറയുകയാണ്. ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ? അവ വ്യാജ ദേവന്മാരായിരുന്നെങ്കിൽ തന്നെ. എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞിരിക്കുന്നു. എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വത്തെ അപ്പോൾ ഈ മഹത്വപൂർണനായ ദൈവത്തെ കൈവെടിഞ്ഞതിനെക്കുറിച്ച് ജെറമിയായിലൂടെ കർത്താവ് പറയുകയാണ്. വീണ്ടും ജെറമിയായിലൂടെ കർത്താവ് പറയുന്നുണ്ട്. ജെറമിയ 7:16 ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട, അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ മധ്യസ്ഥം പറയരുത്, ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല. കാരണം അത്രത്തോളം മടുപ്പിക്കുന്ന ഒരു ജനമാണ്, അത്രത്തോളം ദൈവത്തെ മടുപ്പിച്ച ഒരു ജനമാണ്. എന്നിട്ട് ആ ജനത്തോട് പറയുന്നു എൻ്റെ ജനമെന്ന്. ദൈവം നിത്യമായി ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജനത്തെ എൻ്റെ ജനമെന്ന് പറയും. എൻ്റെ സിയോനോട് എൻ്റെ പ്രിയപ്പെട്ട ജനമെന്ന് പറയുന്നത്. വെറുതെ എൻ്റെ ജനമെന്നല്ല, എൻ്റെ പ്രിയപ്പെട്ട ജനം. അപ്പം വലിയ ക്ഷമ വലിയ മഹത്വത്തിൻ്റെ അടയാളമാണ്. എൻ്റെ വചനം നിൻ്റെ അധരങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്നു. നിരന്തരം ദൈവം വചനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം അത് നമ്മുടെ ജീവിതത്തിലേക്കും ദൈവം തരുന്നുണ്ട്. ഞാൻ ഇന്നലെയും വഴിതെറ്റി, മിനിഞ്ഞാന്നും വഴിതെറ്റി, അതിൻ്റെ മുമ്പിലും വഴിതെറ്റി. എങ്കിലും എൻ്റെ ദൈവം എന്നോട് പറയും നീ കർത്താവിൻ്റെ വഴിയെ പോകും. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് നീ ഏത് വഴിയാണ് പോകേണ്ടത്. ഞാൻ മാനസാന്തരപ്പെടാൻ, ഞാൻ കുമ്പസാരിക്കാൻ, കർത്താവിൻ്റെ വഴിയിലേക്ക് വരാൻ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെയും തെറ്റി, മിനിഞ്ഞാന്നും തെറ്റി, അതിൻ്റെ മുമ്പും തെറ്റി. എങ്കിലും ദൈവം ഇന്നും ദൈവം എന്നെ വിളിക്കും, നീ മാനസാന്തരം, നീ എൻ്റെ പ്രിയപ്പെട്ട മകനായിട്ട് വരിക. അപ്പം നിരന്തരം ദൈവം വചനം നൽകിക്കൊണ്ടിരിക്കും. ദൈവം ഒരിക്കലും വചനം നൽകൽ അവസാനിപ്പിക്കുന്നില്ല. അധരങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ വചനമേ പുറത്തു വരാം. ദൈവം അത് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധരത്തിൽ നിന്നും ദൈവത്തിന് ഇഷ്ടപ്പെട്ട വചനമേ പുറത്തു. അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം നമ്മളിതൊക്കെ കണ്ടു. മഹത്വപൂർണനായ ദൈവം ആകാശത്തെ വിരിച്ച ഭൂമിക്കടിസ്ഥാനമിട്ട ഈ ജനത്തെ, ദൈവത്തെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുകയും ദൈവത്തെ കൈവിടുകയും ഒക്കെ ചെയ്തിട്ടും ഈ ജനത്തെ പ്രിയപ്പെട്ട ജനമെന്നും വിളിക്കുന്നു. നമ്മളെയും ദൈവം പ്രിയപ്പെട്ട ജനമെന്ന് വിളിക്കുന്നു. നമുക്ക് വീണ്ടും വീണ്ടും വചനം നൽകി തൻ്റെ അടുത്തേക്ക് നമ്മളെ വിളിക്കുന്നു. ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ആ മഹത്വത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 69-ാമത്തെ സങ്കീർത്തനത്തിൽ 14-ാമത്തെ വചനം നമ്മോട് പറയുന്നു, രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ, ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. സങ്കീർത്തകൻ പറയാണ് രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണ്. അപ്പം ദൈവത്തിൻ്റെ മഹാവിശ്വസ്തതയെ സങ്കീർത്തകൻ ഇവിടെ എടുത്തു പറയുകയാണ്.
രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. സങ്കീർത്തനം ദൈവത്തിൻ്റെ ഒരു മഹത്വത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് സങ്കീർത്തകൻ്റെ ഒരു പ്രാർത്ഥനയും കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാം. എൻ്റെ ചുറ്റുപാടും ഒരുപാട് പാപത്തിൻ്റെ സാഹചര്യങ്ങളുണ്ട്, തിന്മയുടെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നും ഞാൻ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. കാരണം രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണ്. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനായതുകൊണ്ട് ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ അങ്ങ് എന്നെ രക്ഷിക്കണമേ. അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയുടെ ഒരു ശൈലി ദാവീദ് സങ്കീർത്തനത്തിൽ മുഴുവനും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതുമൊക്കെ ഇങ്ങനെയായിരിക്കണം. അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക, വല്ലതും തരണേ എന്ന പിച്ചക്കാരൻ്റെ ശൈലിയാണ് നമുക്കില്ലാത്തതൊക്കെ എടുത്തു പറഞ്ഞ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിനൊക്കെ ഒരു അറുതി വരുത്തി നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മഹത്വത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ മഹത്വപൂർണനായ ദൈവം, പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങനെയാണ് പഴയ നിയമത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, മോശ പ്രാർത്ഥിക്കുന്നത്, പിതാക്കന്മാരുടെ ദൈവമേ. കാരണം പിതാക്കന്മാരോട് ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം അവിടുന്ന് നിറവേറ്റുന്നവനാണ്. അപ്പോൾ ഈ വാഗ്ദാനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പിതാക്കന്മാരോട് നീ ചെയ്ത വാഗ്ദാനം വലിയ മഹത്വപൂർണമായ വാഗ്ദാനമാണ്, വലിയൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തെ, അതിൻ്റെ മഹത്വത്തെ എടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ പറയുകയാണ്. അപ്പം നമ്മുടെ പാപങ്ങളൊക്കെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയേറിയ അല്ലെങ്കിൽ മഹത്വമേറിയ ദൈവത്തിൻ്റെ ചില വാഗ്ദാനങ്ങളുണ്ട്. അതൊക്കെ എണ്ണി നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ചോദിക്കുന്നത്, ദൈവമേ എനിക്കത് തരണം, എനിക്ക് വണ്ടി വേണം, എനിക്ക് റോഡില്ല, എനിക്ക് വീടില്ല, എനിക്ക് സാമ്പത്തിക പരാധീനതകളുണ്ട്, എനിക്ക് പണം വേണം. നമ്മളിങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ കുറവുകൾ എന്തൊക്കെയാണോ അതെല്ലാം നിത്യവും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ശരണക്കേടായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 28, 29 തിരുവചനങ്ങളിലെ അഗ്നിയുടെ മധ്യേ പോകുന്ന 3 യുവാക്കളുടെ കഥ പറയുന്നുണ്ട്. അവിടെ അഗ്നിയുടെ മധ്യേ 3 യുവാക്കൾ പോയപ്പോൾ അവർ പ്രാർത്ഥിച്ചത് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 28, 29 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന വലിയ ഒരു അടയാളം നമുക്ക് ലഭിക്കും. അവർ അഗ്നിയുടെ മധ്യത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത് പറഞ്ഞാണ് അവർ പ്രാർത്ഥന തുടങ്ങുന്നത്. ഈ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അഗ്നിയുടെ മധ്യേ, ചുറ്റും അഗ്നിയാണ്, വിഴുങ്ങാനായി കാത്തിരിക്കുന്ന അഗ്നി. ഈ അഗ്നിയുടെ മധ്യത്തിൽ കിടന്നുകൊണ്ട് അവരുടെ പ്രാർത്ഥന അവരാരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണെങ്കിൽ നമ്മളും ദൈവത്തിൻ്റെ മഹത്വത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹം നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ നിരന്തരം ശല്യപ്പെടുത്തുന്നത്, നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞത് നമ്മുടെ ഇല്ലായ്മകൾ അവിടുത്തെ മുമ്പിൽ നിരത്തി വയ്ക്കുന്ന ഒരു പരിദേവനങ്ങളുടെ കൂട്ടമാണ് നമ്മുടെ പ്രാർത്ഥന. ഇതിനെയാണ് നമ്മൾ തിരുത്തേണ്ടത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം പറയുന്നത്, രാജാക്കന്മാരോടാണ് പറയുന്നത്: നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അധീശത്വം അത്യുന്നതനിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും, ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും. സർവ്വവും ദൈവത്തിൽ നിന്നാണ്. ഒരു ഭരണാധികാരിക്കും പറയാൻ പറ്റത്തില്ല ഇതെൻ്റെ സ്വന്തമാണ് എന്ന്. ഒരു മനുഷ്യനും പറയത്തില്ല ഇതെൻ്റെ സ്വന്തമാണെന്ന്. എന്നിട്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 3-ാം തിരുവചനം, നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അധീശത്വം അത്യുന്നതനിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും, ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും. രാജാക്കന്മാരോട് പറയുന്നവർ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന മുഴുവനും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപിടി കാര്യങ്ങളുണ്ട്. എൻ്റെ കാര്യങ്ങൾ കൊണ്ട് നിത്യവും ഓടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഞാൻ കണക്ക് കൊടുക്കണം. ദൈവത്തിൻ്റെ മഹത്വം എടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞ്, ഇത് തന്ന ദൈവമേ നന്ദി. എത്ര വലിയ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ നിത്യവും കടന്നു പോകുന്നതെങ്കിലും നമ്മൾ
ദൈവത്തിൻ്റെ മഹത്വത്തെ എടുത്തു പറയണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ മുറുമുറുക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ പോലും കുറ്റം പറയുകയും പഴി പറയുകയും ചെയ്യുന്ന നിമിഷങ്ങൾ വരാറുണ്ട്. അപ്പം ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം നമ്മോട് പറയുകയാണ്, മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല. മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്, പരദൂഷണം പറയരുത്, രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. അപ്പം നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും നമ്മുടെ പ്രാർത്ഥനകളിലും ഒക്കെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം. നമ്മളൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി നമുക്ക് ആവശ്യമാണ്. അപ്പം ദൈവത്തിൻ്റെ വലിയ ഒരു സംരക്ഷണവും സുരക്ഷിതത്വവും നമുക്ക് ദൈവം തരും. കാരണം ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിലെ, എൻ്റെ ദാസനായ ദാവീദിനോട് നീ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആടുമേയിച്ചു നടന്ന നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയേക്കാൾ കീർത്തിമാനാക്കും. അപ്പം ദാവീദിന് ദൈവം വലിയൊരു അനുഗ്രഹം കൊടുക്കുകയാണ്. ദൈവം കൊടുത്ത അനുഗ്രഹം 17-ാമത്തെ അധ്യായം 14-ാം തിരുവചനം പറയുന്നു, ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും, അവൻ്റെ സിംഹാസനം എന്നും നിലനിൽക്കും. അവൻ്റെ രാജ്യം ഉറപ്പിക്കും, എന്നേക്കും അവൻ്റെ സിംഹാസനം നിലനിൽക്കും. അപ്പം ദൈവത്തിൻ്റെ നാമത്തിന് ദാവീദ് കൊടുത്ത ആ വലിയ വില, അതിന് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ദാവീദിൻ്റെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹം. ദൈവം ദാവീദിനെ വല്ലാതെ ഉയർത്തുകയാണ്. ദാവീദ് ഇതെല്ലാം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തി അവൻ പറയുകയാണ്. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. ദാവീദിന് അവനെക്കുറിച്ച് ഒരു സമ്പൂർണമായ വിലയിരുത്തലുണ്ട്. താൻ ആരാണ് എന്നും താൻ എവിടെ നിന്ന് വന്നു എന്നും ദാവീദിന് നന്നായി അറിയാം. എന്നിട്ടാണ് ദാവീദ് പറയുന്നത്, കർത്താവായ ദൈവമേ, ഒരു സമ്പൂർണ്ണ സമർപ്പണം അവിടെ നടത്തിയിട്ട് അവൻ പറയുന്നത്, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്കും ഏറ്റുപറയാൻ പറ്റുന്ന ഒരു വചനമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് നോക്കിയിട്ട് ഞാൻ ആരായിരുന്നു, ഞാൻ എങ്ങനെ ഇങ്ങനെയായി, ഞാനോ എൻ്റെ കുടുംബമോ ഇതിന് മാത്രം എന്താണ് നന്മ ചെയ്തിട്ടുള്ളത്, എന്ത് നന്മയാണ് എന്നിലുള്ളത്, നീ എന്നെ ഇത്രത്തോളം വളർത്താൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ മഹത്വത്തിന് യോജിക്കുന്ന വിധത്തിൽ ഞാൻ ആ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ ദാവീദിനെ അനുഗ്രഹിച്ച പോലെ ദൈവം നമ്മളെയും അനുഗ്രഹിക്കും. ഇത് ദൈവത്തിൻ്റെ സർവശക്തിയുടെ മുമ്പിൽ നമ്മൾ നടത്തുന്ന ഒരു സമർപ്പണമാണ്. ദാവീദ് പറഞ്ഞതുപോലെയുള്ള ഒരു ജീവിതം, ദാവീദ് നയിച്ചതുപോലെയുള്ളൊരു ജീവിതം. ദാവീദ് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ മഹത്വത്തോടുകൂടി അവൻ്റെ പ്രാർത്ഥനകളും ദൈവത്തെ അറിയിച്ച ആ ഒരു പ്രാർത്ഥനാ രീതി ഇതും നമുക്കും സ്വന്തമാക്കിയാൽ ദൈവം നമ്മളെയും അനുഗ്രഹിക്കും. ദാവീദിൻ്റെ സിംഹാസനം ദൈവം ഉറപ്പിച്ചു കൊടുത്തു. അവൻ്റെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഈ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ ഈ ഒരു പ്രാർത്ഥനാ ശൈലി, ദൈവത്തോടുള്ള ഈ ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളും അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം. ഒരിക്കലും ഒരു പരാതി പറയാനുള്ളൊരവസരം നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ല. ഈ തമ്പുരാൻ്റെ മുമ്പിൽ കൂപ്പുകരങ്ങളോടെ നമുക്ക് നിൽക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, അങ്ങ് ഞങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കർത്താവെ, അങ്ങയുടെ ഈ അനുഗ്രഹത്തെ പലപ്പോഴും ഞങ്ങൾ കാണാതെ ഞങ്ങളുടെ ജീവിതത്തെ പോരായ്മകളെ ഓർത്ത് പിറുപിറുക്കുകയും മുറുമുറുക്കുകയും
പലപ്പോഴും അങ്ങേക്കെതിരായി പോലും ഞങ്ങൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല തമ്പുരാനെ, അവയ്ക്കെല്ലാം ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും അങ്ങയുടെ മഹത്വപൂർണമായ ജീവിതത്തെ, മഹത്വപൂർണമായ ആ പ്രവൃത്തികളെ എന്നും ഏറ്റു പറഞ്ഞുകൊണ്ട് ആ മഹത്വത്തോട് ചേർത്ത് ഞങ്ങളുടെ ജീവിതത്തെ കാഴ്ചവെക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയമ്മേ, എപ്പോഴും ദൈവതിരുമനസ്സിന് കീഴ്പ്പെടാനുള്ള ഒരു നല്ല മനസ്സ് അമ്മ ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.